എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ചുക്ക റെസിപ്പി നോക്കാം. ആദ്യം ഒരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എടുത്ത് 3 മീഡിയം സൈസിലുള്ള ഉള്ളി നീളത്തിൽ അരിഞ്ഞത് കനം കുറഞ്ഞ അരിഞ്ഞത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിൽ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം എടുക്കാം. ബാക്കി ഓയിൽ നമുക്ക് മാറ്റി വെക്കാം. അതിലേക്ക് ഒരു 8 മുതൽ 10 വരെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയൊരു കഷ്ണം പുളി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ പുളി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. 2 മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വാളംപുളിയാണ് ചേർത്തത്. കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തത്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസാക്കിയിട്ട് മുറിച്ച ചിക്കനാണ് എടുത്തത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് എല്ലാ മസാലകളും ചേർത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാനിവിടെ ഫ്രൈ ചെയ്ത് വെച്ചത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ചും കൂടെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. ഗീ റൈസിൻ്റെ കൂടെയോ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.